ഒന്നുകൂടി പറഞ്ഞാൽ, അടഞ്ഞ കല്ലറയുടെ പുറത്തു വരുവാൻ കഴിവുള്ളവൻ അടഞ്ഞ വാതിലിനകത്ത് മാത്രമല്ല, അടഞ്ഞ ഹൃദയത്തിനകത്തും പ്രവേശിക്കുവാൻ അവൻ കഴിവുള്ളവൻ എന്ന് തെളിയിച്ച ഒരു സംഭവമായിരുന്നു ഇവിടെ നടന്നത്. കാരണം യേശു പറഞ്ഞൊരു വാചകം, നിങ്ങൾക്ക് സമാധാനം എന്നൊരു വാചകം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടൊക്കെയോ അടഞ്ഞുപോയ അവരുടെ ഹൃദയത്തിനകത്തേക്ക് കയറിയ ഒരു ദൈവശക്തി, നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ മണ്ഡലത്തിൽ ഒരു പുത്തൻ ഉണർവായി സ്വർഗം അവരെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുക, ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ സംസാരിക്കുക. അടഞ്ഞുപോയ ചില ഹൃദയത്തെ ഇന്ന് രാത്രിയിൽ തുറക്കുവാൻ, തളർന്നിരിക്കുന്ന ചിലരെ ഇന്ന് രാത്രിയിൽ ബലപ്പെടുത്തുവാൻ, ഉള്ളു തുറന്നൊന്ന് പറ, അത് ഞാനാകട്ടെ, അതെന്റെ വീടാകട്ടെ, അതെന്റെ തലമുറയാകട്ടെ. വിശ്വസിക്കുന്ന ചിലരുടെ വിഷയത്തിൽ അടിയന്തരമായി ഇന്ന് രാത്രിയിൽ ഒരു ഇടപെടൽ നടത്തുവാൻ കഴിവുള്ള ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ വിഷയം ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാ. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും മേഖലയിൽ ഭാരത്തോടെയോ പ്രയാസത്തോടെയോ വെല്ലുവിളികളോടെയോ ആരെങ്കിലും ലോകം തരാത്ത ഒരു അംഗീകാരം തരുവാൻ, ലോകം തരാത്ത ഒരു മാന്യത തരുവാൻ, ലോകം തരാത്ത ഒരു കരുതൽ തരുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരാ യേശു ക്രിസ്തു. അവൻ വേദനകൾ അറിഞ്ഞവനാണെങ്കിൽ നമ്മുടെ വേദന അവൻ തിരിച്ചറിയുന്നവനാ. അവൻ പ്രതിസന്ധി നേരിട്ടവനാണെങ്കിൽ നമ്മുടെ പ്രതിസന്ധി അവൻ അറിയുന്ന ദൈവമാ. അവൻ കണ്ണുനീരിന്റെ വില അറിഞ്ഞവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ അക്ഷരികമായി കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ നിറയുന്നത് എന്തിനെന്ന് അവൻ തിരിച്ചറിയുന്ന ദൈവമാ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, ആ വാതിൽ അടച്ചകത്തിരിക്കുന്നവന്റെ വേദന സമൂഹം അറിഞ്ഞില്ലെങ്കിലും അത് അറിയുന്നവന് അന്ന് രാത്രിയിൽ അവരോടൊരു ദൂത് പറയുവാനുണ്ട്. ആ ദൂത് ഇന്ന് രാത്രിയിൽ ഇവിടെ മുഴങ്ങിയ നിങ്ങൾക്ക് സമാധാനം, നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളെ മടക്കി തരുവാൻ ഇന്ന് രാത്രിയിൽ ഒരു പ്രസംഗം കേൾക്കുവാൻ വേണ്ടി ആരും ഇവിടെ ഇരിക്കരുത്. പരിശുദ്ധാത്മാവ് വാദിച്ചു കൊണ്ടിരിക്കുക. ഖനാവിലെ കല്യാണ വീട്ടിൽ യേശു മുഴക്കിയ ഒരു ശബ്ദം എനിക്ക് ആവേശമാ. യേശു മുഴക്കിയ ശബ്ദത്തെക്കാൾ എനിക്ക് ആവേശമുള്ള മറ്റൊരു ശബ്ദം, അതാ വിരുന്നുവാഴിയുടെ ശബ്ദമാ. ഇത് ഹെഡ് വെയിറ്റർ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, വേർ യു കെപ്റ്റ് ദിസ് മച്ച് ഗുഡ്, ഇത്ര മേത്തരമേറിയത് എവിടെ ഒളിപ്പിച്ചു വെച്ചു. ആദ്യത്തേതിനെ അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചത് പൂർ എന്നൊരു പദമാ, പോരാ എന്നുള്ളൊരു പദമാ, മോശം എന്നുള്ള പദം അത് നല്ലതെന്ന് പറഞ്ഞു കൊടുത്ത വ്യക്തിയാ. എന്നാൽ രണ്ടാമത്തേത് രുചിച്ചു കഴിഞ്ഞപ്പോൾ താൻ വാഴ്ത്തി കൊടുത്ത ആദ്യത്തേതിന് നേരെ നോക്കി മോശം എന്നൊരു പദം പറയുവാൻ ആ വിരുന്നുവാഴി തയ്യാറായതെങ്കിൽ രണ്ടാമത്തതിന്റെ മേൽ കരം വെച്ച ഒരുവനുണ്ട്, അവന്റെ പേരാ യേശു ക്രിസ്തു. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചിലരെ താഴ്ചയിൽ നിന്ന് ചിലരെ ഉയർത്തുവാൻ, തകർന്ന ചിലതിനെ പണിയുവാൻ, മനസ്സിടിഞ്ഞിരിക്കുന്ന ചിലതിനോട് സംസാരിക്കുവാൻ, ഇന്ന് രാത്രിയിലും ബലഹീനമായിരിക്കുന്ന ചിലതിനോട് ഇടപെടുവാൻ, അടഞ്ഞ വാതിലും അടഞ്ഞ ഹൃദയവും തുറന്നകത്ത് കയറാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ചിലരിൽ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ചിലരുടെ വെല്ലുവിളികളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില ശൂന്യതകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. മനസ്സിടിഞ്ഞിരിക്കുന്ന ചിലർ സൗഖ്യമായി മടങ്ങട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ചിലരോടായി ഒരു ചെറിയ ദൂതൊന്ന് പറയട്ടെ. നിന്റെ സമസ്ത മേഖലകളും അടഞ്ഞിരിക്കുന്ന മണ്ഡലത്തിൽ ഇനിയും എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ലെന്ന് വിധി എഴുതി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തി ആരെങ്കിലും ആരുടെയെങ്കിലും കാതിൽ ഇവിടെ മുഴങ്ങുന്ന ദൈവശബ്ദം മുഴങ്ങുന്നുവെങ്കിൽ, നീ ബലഹീനനും നീ ബലഹീനയും അശക്തയുമെങ്കിലും നിന്റെ വിഷയത്തിൽ നിന്റെ അനുവാദമില്ലാതെ അകത്ത് കയറി നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. 12 വർഷം രക്തസ്രാവക്കാരിയുടെ ചരിത്രം അറിയാത്ത ആരും ഇന്ന് രാത്രിയിൽ ഇവിടെ ഇല്ല. ഉള്ളത് മുഴുവൻ വിറ്റു തൊലച്ചു, വീട് മുഴുവൻ തകർന്നു പോയി, സ്വന്തക്കാർക്കാർക്കും അവളെ വേണ്ട, ഭർത്താവും മക്കളും ഉണ്ടെങ്കിൽ അവരെല്ലാം എഴുതി തള്ളി. ഈ സ്ത്രീ വീട്ടിലുള്ളിടത്തോളം കാലം സമ്പത്ത് നഷ്ടപ്പെടത്തേ ഉള്ളൂ, കടം കയറത്തേ ഉള്ളൂ. ഇവളുടെ ചികിത്സയ്ക്കുള്ള പണം തികയാതെ വന്നപ്പോൾ വസ്തുവകകളെല്ലാം വിറ്റു തൊലച്ചു. ഇനിയും എന്തിനിവൾ ജീവിക്കുന്നുവെന്ന് സ്വന്തക്കാരും ബന്ധുക്കളും വീട്ടിലുള്ളവർ തന്നെ പിറുപിറുത്തും ഇവൾ എങ്ങനെങ്കിലും ഒന്ന് തൊലഞ്ഞാൽ മതി എന്ന് വിധി എഴുതും കാത്തിരിക്കുമ്പോൾ അവളുടെ കാതിൽ മുഴങ്ങി ഒരു ഇമ്പമേറിയ ശബ്ദമുണ്ട്, നിന്റെ വീടിന്റെ വാതിൽക്കൽ കൂടി യേശു കടന്നു പോകുന്നു. പ്രതീക്ഷ അസ്തമിച്ചവളുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ നാമ്പ് വിരിയിച്ച് അകത്തു നിന്ന് പുറത്തവളെ ചാടിച്ച് തെരുവിൽ കൂടി സർവ്വസന്നാഹത്തോടെ യേശു ക്രിസ്തു നടന്നു പോകുമ്പോൾ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ അനുവാദമില്ലാത്തവൾ, പുറത്തു വന്നാൽ ജനം കല്ലെറിഞ്ഞു കൊള്ളാൻ മടിക്കാത്തവൾ, അങ്ങനെ ശരീരത്തിന്റെ അവസ്ഥ ബലഹീനമായിരിക്കുന്നവൾ, ആരും എന്നെ കാണരുതേ എന്ന് പറഞ്ഞ് വഞ്ചനാവലിയുടെ നടുവിൽ കൂടി നൂഴ്ന്നിറങ്ങി പറിപ്പറക്കുന്നവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അവൾ ഒന്ന് സ്പർശിച്ചപ്പോൾ
ശിഖരം നിറക്കുന്ന യേശു ബ്രേക്ക് ഇട്ടതുപോലെ നിന്ന് ആരാ എന്നെ തൊട്ടതെന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും അങ്ങേ തൊട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളാരും തൊട്ടതുപോലെയല്ല, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെടത്തക്കവണ്ണം ആരോ എന്നെ തൊട്ടെന്ന് പറഞ്ഞുകൊണ്ട് വീട് എഴുതി തള്ളി, സമൂഹം എഴുതി തള്ളി, മെഡിക്കൽ സയൻസ് എഴുതി തള്ളി, മരുന്ന് എഴുതി തള്ളി, സ്വന്തക്കാർക്കും വീണ്ടുകാർക്കും വേണ്ട എന്ന് പറഞ്ഞ് തൊലഞ്ഞിരുന്നെങ്കിൽ ആഗ്രഹിച്ചവളെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ജീവിതത്തിൽ മടക്കി കൊണ്ടുവന്നവന്റെ പേരാ യേശു ക്രിസ്തു. ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്ന ചിലർക്ക് വേണ്ടി ഒരു ദൈവശക്തിയുടെ അത്യന്ത വ്യാപാരം, വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ഇതിലും അത്ഭുതം ചെയ്യുവാൻ കഴിവോടെ ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. സ്വർഗമാർക്കോ വേണ്ടി സെറ്റ് ചെയ്ത ഒരു രാത്രിയാ. ചിലർ ഇന്ന് രാത്രി ഇവിടെ വിടുവിക്കപ്പെടട്ടെ. നമ്മുടെ അറിവുകൾ നമ്മളെ രക്ഷിക്കത്തില്ല. അറിവുകൾക്ക് പരിമിതിയുണ്ട്. എന്താ അറിവ്? അടച്ച വാതിൽ ആരെങ്കിലും അകത്തുനിന്ന് തുറക്കണം, അല്ലെങ്കിൽ അകത്ത് കയറാൻ വയ്യ, പറ്റത്തില്ല. അറിവാത് അല്ലേ? നമ്മുടെ വീട് നമ്മൾ അടയ്ക്കും, നമ്മൾ കുറ്റിയിടും, കൊളുത്തിടും, ഓടാമ്പല് നമ്മളിടും. രാവിലെ നമ്മൾ ചെന്ന് തുറന്നല്ലാതെ വീടെങ്ങനെ തുറക്കും? പാൽക്കാരൻ്റെ പാലെങ്ങനെ സ്വീകരിക്കും? പത്രക്കാരൻ ഇട്ടിട്ട് പോകുന്ന പത്രം എങ്ങനെ എടുക്കും? അടഞ്ഞ വാതിൽ അകത്തൊന്ന് തുറക്കണമെന്നുള്ളൊരു അറിവാ. പക്ഷേ അറിവ് ഇവർക്ക് രക്ഷയില്ലാതിരിക്കുമ്പോൾ അറിവിനപ്പുറത്ത് വെളിപ്പെടാൻ കഴിവുള്ളവന്റെ പേരാ യേശു ക്രിസ്തു. ഇന്ന് രാത്രിയിലും അറിവിലൂന്നി ആരെങ്കിലും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് അവരോടൊന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. മരുന്ന് നമ്മുടെ ഒരു അറിവാ. ഇന്ന് രാത്രിയിലും യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അല്പം ആഹാരം കഴിച്ചിട്ട് നമ്മൾ ആകാംക്ഷയോടെ തപ്പുന്ന ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിന്റെ പേരാ മരുന്ന് പാത്രം. എന്ത് ഏടി ആ മരുന്ന് വെട്ടി നോക്കിയാ ചോദിക്കുന്നത്. 10ഉം 12ഉം ഗുളികളൊക്കെ കഴിക്കുന്നതിനിടയ്ക്ക് ഒരെണ്ണം മിസ്സായി പോയാൽ നമ്മളത് തിരിച്ചറിയും. ചോദിക്കും, ആ ചെറിയ ചുമന്ന ഗുളിയെ എന്തിയെ? അപ്പോൾ പറയും, അച്ഛന് കണ്ണിന് കാഴ്ചയില്ലെന്ന് പറഞ്ഞിട്ട് ഇത്ര ചെറിയ ഗുളിയെയും തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചാൽ പറയും, അത് ഞാൻ തിരിച്ചറിയും. കാരണം ഒരറിവുണ്ട്, ആഹാരം കഴിച്ചതിന് ശേഷം ഒരു പിടി മരുന്ന് വാരി കഴിക്കണം. ഇത് നമ്മുടെ ഒരു അറിവാ. അതുകൊണ്ട് മുടങ്ങാറില്ല. മരുന്ന് തീരുന്നതിന് മുമ്പ് മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലും, അല്ലെങ്കിൽ വിളിച്ചു പറയും, ക്യൂ നിൽക്കും. കാരണം തീരുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും ശേഖരിക്കും. നമുക്കൊരറിവുണ്ട്, കഴിക്കുന്ന മരുന്ന് നമ്മളെ രക്ഷിക്കും. എന്നാൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ നമ്മളൊരു സത്യം തിരിച്ചറിഞ്ഞു, മരുന്നിന് പരിമിതിയുണ്ട്. കോവിഡ് തകർത്തെറിഞ്ഞ മണ്ണിലാണ് നമ്മൾ പാർക്കുന്നത്. 1ാം വാക്സിനും 2ാം വാക്സിനും 3ാം വാക്സിനും എടുത്തവർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. പക്ഷെ മരിച്ചത് 2 കോടിയാ. കോവിഡ് ഒരു സത്യം വിളിച്ചറിയിച്ചു, മരുന്നിന് പരിമിതിയുണ്ട്. മരുന്നും വാക്സിനും കഴിച്ചിട്ടും വാക്സിൻ എടുത്തിട്ടും എങ്ങനെയാ 2 കോടി മരിച്ചത്? നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്നും 1000 പേർ കോവിഡ് നിമിത്തം ഇന്ത്യയിൽ മരിക്കുന്നുണ്ട്. അതാണ് കോവിഡിന്റെ ഒരു പ്രത്യേകത. 3ാം വാക്സിൻ എടുത്തിട്ടും ഇന്നും അതിനെ പിടിച്ചു നിർത്തുവാൻ സാധിച്ചിട്ടില്ല. മരുന്നിന് പരിമിതിയുണ്ട്. മരുന്ന് കഴിച്ചാൽ രക്ഷപ്പെടുമെന്നുള്ള ചിന്തയ്ക്കൊക്കെ ഫുൾ സ്റ്റോപ്പ് വീണിരിക്കുക. രണ്ടാമത്തെ നമ്മളുടെ അറിവെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സാ. മിടുക്കന്മാരായ ഡോക്ടേഴ്സ് എവിടെ ഉണ്ടെങ്കിൽ പോകും. വിടില്ലെങ്കിൽ കൊല്ലമില്ലെങ്കിൽ എറണാകുളം, ഇല്ലെങ്കിൽ അപ്പുറം, എവിടെയും നമ്മൾ പോകും. നമുക്കൊരറിവാ, ഡോക്ടർ നമ്മളെ രക്ഷിക്കും. അതുകൊണ്ട് ക്യാബിൻ്റെ മുന്നിൽ ക്ഷമയോടെ ഇരിക്കും. മനുഷ്യൻ ഇത്രയും ക്ഷമയോടെ ഇരിക്കുന്ന മറ്റൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. അത് ഡോക്ടറുടെ ക്യാബിൻ്റെ മുന്നിലാണ്. ആരെങ്കിലും നമ്മുടെ പുറകെ വന്നവർ കയറിപ്പോയെന്ന് തോന്നിയാൽ നമ്മൾ നേഴ്സിനോട് പറയും, ഞങ്ങളുടെ പുറകെ വന്നവർ കയറിപ്പോയല്ലോ എന്ന് ചോദിക്കുമ്പോൾ നേഴ്സ് പറയും, അവർ ബുക്ക് ചെയ്തിട്ട് വന്നതാ എന്ന് പറഞ്ഞാൽ അവിടം കൊണ്ട് നമ്മുടെ നാവടങ്ങും. എത്ര മുൻകോപിയാണെങ്കിലും കൊച്ചു കുഞ്ഞിനെ പോലെ ഇരിക്കും. കാരണം അകത്തിരിക്കുന്ന ഡോക്ടറിൽ ഒരു പ്രതീക്ഷയുണ്ട്. എന്നാൽ കാലം കടന്നുപോയപ്പോൾ നമുക്കറിയാം, ഇന്ന് കൈമലർത്തുന്ന ഡോക്ടർമാരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചിരിക്കുക. അടുത്ത നമ്മുടെ ഒരു അറിവ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാ. എവിടെ വേണേലും നമ്മൾ പോകും, സഞ്ചരിക്കുക. കാർ ഓടിക്കാൻ വയ്യെങ്കിൽ ഡ്രൈവറെ വിളിക്കും, അല്ലെങ്കിൽ ടാക്സി വിളിക്കും. നമ്മൾ സമയത്ത് ചെല്ലും, അതെവിടെയാണെങ്കിലും പോകും. എന്നാൽ കാലം കടന്നുപോയപ്പോൾ മനസ്സിലാക്കിയ ഒരു സത്യം, ഇതൊക്കെ അറിവ് മാത്രമാണ്. ഒരു സഹോദരിയും കൊണ്ട് കൊച്ചി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയ രംഗം എപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വരും. ഭർത്താവും ഞാനും കൂടി ആ സഹോദരിയും കൊണ്ട് ആംബുലൻസിൽ കൊച്ചിയിലേക്ക് കുതിക്കുക. രോഗം എന്താണെന്ന് ചോദിച്ചാൽ പനി മാറുന്നില്ല, ഇത്രയേ ഉള്ളൂ. മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട്. 4ാം ദിവസം ഭർത്താവിന് ദേഷ്യം വന്നിട്ട് ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, ഇത്രയും ദിവസമായിട്ട് ഈ പനി എന്താ ഡോക്ടറെ മാറാത്തത്? അപ്പോൾ ഡോക്ടർ പറയാ, ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാനുള്ളൂ, വേണം എവിടെയെങ്കിലും കൊണ്ടുപോയിക്കളാൻ പറഞ്ഞു. പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു. സംസാരിക്കും, ചോദ്യത്തിന് ഉത്തരമുണ്ട്, ആഹാരം കഴിക്കും, വെള്ളം കുടിക്കും, നടക്കും, നോ പ്രോബ്ലം. കയറ്റിപ്പോകുക. കൊച്ചിയിൽ പ്രസിദ്ധമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് മുന്നിലെത്തി. വാഹനം കാഷ്വാലിറ്റിയോട് അടുപ്പിച്ചു. ശരീരം അതിനകത്തുനിന്ന് ഇറക്കി. ഭർത്താവ് മക്കളെ വിളിക്കുവാൻ ഒന്ന്
1-2 മിനിറ്റ് നേരത്തേക്ക് അദ്ദേഹം മാറി. 4 മിടുക്കന്മാരായ ഡോക്ടേഴ്സ് ഓടി വന്നു. 1-ാമൻ, 2-ാമൻ, 3-ാമൻ, 4-ാമൻ വരുമ്പോഴേ അറിയാം. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4. 2-ാമനൊക്കെ തിയേറ്ററിൽ നേരിട്ട് വരികയാ, ആ ഡ്രസ്സിൽ തന്നെ വരികയാ. ആരാ, ഞങ്ങളൊന്ന് നോക്കട്ടെ, ഇപ്പം രക്ഷിക്കാം എന്ന് പറഞ്ഞ് വരികയാ. വന്ന ഡോക്ടർമാരിൽ 1-ാമൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. വയറിന്റെ 2 വശത്തും 2 അടി ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക. എന്നിട്ട് 2-3 ചോദ്യം കൂടി ചോദിച്ചിട്ട് തൻ്റെ അടുത്ത് നിൽക്കുന്ന 2-ാമൻ്റെ നേരെ മുഖം തിരിച്ചുകൊണ്ട് 1-ാമൻ കണ്ണടച്ച് തലയാട്ടി കാണിച്ചു. ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുക. രക്ഷപ്പെടത്തില്ല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ആഹാരം കഴിക്കും, ചോദിച്ചതിന് മറുപടിയുണ്ട്, എല്ലാത്തിനും ഉത്തരമുണ്ട്, വേണമെങ്കിൽ നടക്കും, നോ പ്രോബ്ലം. പക്ഷേ 2 അടിയിലും 3 ചോദ്യത്തിലും ഡോക്ടർക്ക് മനസ്സിലായി ഇനിയും രക്ഷപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഇത്രയും ആരോഗ്യത്തോടെ കൊണ്ടു കൊടുത്തിട്ടും കണ്ണടച്ച് തലയാട്ടാനല്ലാതെ രക്ഷിക്കുവാൻ സാധിച്ചില്ല. അന്ന് രാത്രിയിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയാമോ? അറിവിൽ നമ്മൾ ഊന്നി നിൽക്കുന്നവരാ. അറിവാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അടഞ്ഞ വാതിൽ ഞങ്ങൾ അകത്തുനിന്ന് തുറക്കണമെന്നൊരു അറിവാ. എല്ലാം ഒരു അറിവാ. മരുന്നൊരു അറിവാ, ഡോക്ടർ അറിവാ, ഹോസ്പിറ്റൽ ഒരു അറിവാ. എന്നാൽ അറിവുകൾ ഇന്ന് അകലം വിട്ട് മാറി നിൽക്കുമ്പോൾ അറിവിൻ്റെ മുകളിൽ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ഇടപെട്ടാൽ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്താട്ടെ. വിശ്വസിക്കുന്നവരിൽ ഒരു ദൈവശക്തിയായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ സൗഖ്യമാക്കി വിടുവിക്കട്ടെ. അറിവിൻ്റെ മുകളിൽ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചിങ്ങനെ പറയുന്നു, പ്രിയമുള്ളവരെ, ഹൃദയം വരണ്ട് വിണ്ടു കീറുമ്പോൾ ഒരാശ്വാസമായി ഇറങ്ങി വരുവാൻ കൂടെയുള്ളവരാരും നമ്മുടെ കൂടെ കാണത്തില്ല. പ്രതിസന്ധികൾ ഉഴറി നമ്മൾ തകർന്നു പോകുമ്പോൾ ബലപ്പെടുത്തുവാൻ കൂടെയുള്ള ആരും നമ്മുടെ കൂടെ കാണത്തില്ല. ബലഹീനമായി പോകുമ്പോൾ കൂടെ നിൽക്കുവാൻ ഒരു സുഹൃത്തും നമ്മുടെ കൂടെ കാണത്തില്ല. തകർന്ന് തരിപ്പണമാകുമ്പോൾ ശക്തീകരിക്കുവാൻ ഒരു സ്വന്തക്കാരും നമ്മുടെ കൂടെ കാണത്തില്ല. കൈവിടപ്പെട്ടു പോയ ജീവിതം തകർന്ന് തരിപ്പണമാകുമ്പോൾ, നിരാശയിൽ നമ്മൾ തകർന്നു പോകുമ്പോൾ, ഏതെങ്കിലും ഒരു ഇടപെടലിൽ കൂടി നമ്മുടെ ജീവിതത്തെ മടക്കിക്കൊണ്ടുവന്ന് ഇന്ന് രാത്രിയിലും ഉറപ്പിച്ചു നിർത്തുവാൻ കഴിവുള്ള ഒരുവന്റെ പേരാ യേശു ക്രിസ്തു. വിശ്വസിക്കുന്നവരിൽ ഇന്ന് രാത്രിയിൽ അതൊരു വിശ്വാസമായി തീരട്ടെ.